വലിയ കുഴപ്പമൊന്നുമില്ല, ഡീഗ്രേഡ് ചെയ്യും പോലെയൊന്നുമില്ല. വലിയ ഡീഗ്രേഡിങ്, ഭയങ്കര ഡീഗ്രേഡിങ് ആണ് തോന്നുന്നത്. വിഷ്വൽസ് കൊള്ളാം, പക്ഷേ ഈ സൗണ്ടും എല്ലാം കൂടെ വന്നപ്പോൾ ആകമത്തൊരു എന്താ പറയുക, നമുക്ക് എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. സൂര്യ ഇനിയല്ലേ അടുത്ത കല്യാണം ഇനി ഭയങ്കരമായിട്ട് വരും. വളരെ നല്ലതാണ്, പക്ഷേ എല്ലാവരും അതിനെ കുറച്ചൊന്ന് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം മുതൽ ഞാനൊന്ന് പറഞ്ഞ്. പക്ഷേ ശരിക്കും റിവ്യൂസ് നന്നായിട്ട് നെഗറ്റീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ഡീഗ്രേഡ് ചെയ്യും പോലെയൊന്നുമില്ല. വലിയ ഡീഗ്രേഡിങ്, ഭയങ്കര ഡീഗ്രേഡിങ് ആണ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. ഭയങ്കര സൂപ്പറെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല. ആക്ച്വലി ഇത് വിഷ്വലൈസ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. സ്ക്രിപ്റ്റിംഗ് നന്നായിട്ടുണ്ടെങ്കിലും കുറച്ച് ഹയർ ലെവലാണ്. ഒരു 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 എന്താ പറയുക, കുറച്ച് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റും കുറച്ച് വിഷ്വലൈസേഷൻ പവറൊക്കെ അത് കാണാൻ പറ്റുള്ളൂ, കണ്ടിട്ട് മനസ്സിലാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണക്കാരന്, ഇതൊന്നും പിടികിട്ടില്ല എന്താ സംഭവിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ വിഷ്വലി എഫക്ട്സും കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷേ സാധാരണക്കാരനെ ഉൾക്കൊള്ളിച്ചെടുക്കാൻ ഡയറക്ടർ കഴിഞ്ഞിട്ടില്ല. അത് സൗണ്ട് സ്വതവേ കൂടുതലാണ്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഉള്ളൊരു സീൻ എഫക്റ്റ് ഇല്ലാത്തടത്ത് ഇത്രയും സൗണ്ടിൻ്റെ കാര്യമൊന്നുമില്ല. വെറുതെ ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, വിഷ്വൽസിനെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷ്വൽസ് കൊള്ളാം, പക്ഷേ ഈ സൗണ്ടും എല്ലാം കൂടെ വന്നപ്പോൾ ആകമത്തൊരു എന്താ പറയുക, നമുക്ക് എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് സിനിമ? വലിയ ഇതില്ല, പൈസ ഒരുപാട് കാശ് മുടക്കി, പക്ഷേ അത്ര അത് ശരിയായിട്ട് എന്തോ കുഴപ്പങ്ങളുണ്ട്. ഓക്കെ, നല്ല പടമാണ്. നല്ല പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ മേക്കിംഗ് എല്ലാം നല്ല സൂപ്പറാണ്. നമ്മുടെ ഇന്ത്യയിലൊരു തമിഴ്നാട്ടിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സൂര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതാണ്, പക്ഷേ എല്ലാവരും അതിനെ കുറച്ചൊന്ന് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം മുതൽ ഞാനൊന്ന് പറഞ്ഞ്. പക്ഷേ ശരിക്കും റിവ്യൂസ് നന്നായിട്ട് നെഗറ്റീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു സ്റ്റോറിയുടെ ഒരു പ്രോബ്ലം ചെറുതായിട്ട് നമുക്കൊന്ന് പറയാം, ടച്ചിങ് അല്ലാത്തൊരു ചെറിയ സ്റ്റോറിയുടെ ഒരു ലാക്ക് ഓഫ് സ്റ്റോറി പ്രശ്നമുണ്ട്. പക്ഷേ പടം സൂപ്പറാ, നന്നായിട്ട് കാണണം. ഒരു സൂര്യ ഫാൻ ആയതുകൊണ്ടൊന്നും പറയുന്നതല്ല. തിയേറ്ററിൽ നമ്മുടെ ആൾക്കാർ സിനിമ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു സിനിമ എന്ന നിലയ്ക്ക് എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ കാണാനായിട്ട് മാത്രം നന്നായിട്ടുണ്ട് പടം. കുഴപ്പമില്ല, ഇനി അടുത്ത നോക്കാം. സൂര്യ ഇനിയല്ലേ അടുത്ത കല്യാണം ഇനി ഭയങ്കരമായിട്ട് വരും. കുഴപ്പമില്ല, ഒരു പഴയ തിയേറ്ററിനകത്ത് ഫുൾ ബഹളമാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു പഴയ ഒരു പശ്ചാത്തലം കുറച്ച് കണ്ടോണ്ടിരിക്കാം, ബോറില്ല കാണാൻ കുഴപ്പമില്ല. കൊള്ളാം, നല്ല സിനിമ, നല്ല ആക്ഷനും നല്ല ഇതൊക്കെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. സൂര്യ സൂപ്പർ. കൊള്ളാം, നല്ല സിനിമ, നല്ല സൂപ്പറായിരിക്കും. ഉണ്ട്, അതുണ്ടാവും. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമൊക്കെ നമ്മൾ നന്നായിട്ട് പോയിരുന്ന എക്സ്പീരിയൻസിനുണ്ട്. എല്ലാവരും സിനിമ കാണുന്നവരൊക്കെ ഇതിനേക്കാൾ ഇപ്പോൾ അതിന് മുന്നേ മുന്നേ വന്ന ഒരു NTR ഫിലിമൊക്കെ ഭയങ്കരമായിട്ടോ ഇതുമാതിരിയും നല്ല സൗണ്ടും ഒക്കെ ഉള്ള പടമാണ്. അപ്പോൾ അത് ആ പടത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ അത് നന്നായിട്ട് കാണുക തന്നെ വേണം, തിയേറ്ററിൽ എല്ലാവരും എക്സ്പീരിയൻസ് തന്നെ വേണം. കുഴപ്പമില്ല, പക്ഷേ വിചാരിച്ചത്ര പോരാ. സൂര്യയുടെ എല്ലാ പ്രാവശ്യത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷേ അത് ഈ പ്രാവശ്യം കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് അത് മെയിൻ്റെനൻസ് ചെയ്യുമായിരിക്കും, പക്ഷെ പ്രതീക്ഷിച്ചത്രയും കൊള്ളൂല. കുഴപ്പമില്ല, ഇത് പഴയ കാലത്തെ സിനിമ അങ്ങനെ ഉള്ളതുകൊണ്ട് അതിന് യോജിച്ചതാണ്. പക്ഷേ ഈ സൂര്യയുടെ ഈ എല്ലാ പ്രാവശ്യവും ആൾക്കാരെ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് വന്നിട്ടില്ല. എല്ലാം ഇഷ്ടപ്പെട്ടു, ഫൈറ്റ് സീൻ എല്ലാം ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, നല്ല അഭിനയം, പടം കൊള്ളാം.